സോ എല്ലാവർക്കും ഗ്രോസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ കുറേ കാലമായിട്ടില്ലേ നമ്മൾ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പുതിയ ഒരു വീഡിയോയോട് കൂടി വീണ്ടും തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് മല്ലു പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ മലയാളി പ്ലേയേഴ്സിനെ നമ്മളിന്ന് പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. മിനിമിറ്റിയ ക്ലാസിക്കിൽ അതെങ്ങനെയാണെന്നല്ലേ, ഒരു മല്ലു കസ്റ്റം ഉണ്ടാക്കും, എന്നിട്ട് അതിൽ നമ്മൾ ബൂസ്റ്റ് 0 ആക്കിയിടും. ബൂസ്റ്റിൻ്റെ പെർസെൻറ്റേജ് 0 ആക്കിയിടും. എന്നിട്ട് കുറേ പേര് വരും, നമ്മൾ കളിക്കും. എന്നിട്ട് അവരുടെ റിയാക്ഷനും അവർ പിന്നെ അതെങ്ങനെ സർവൈവ് ചെയ്യും. ഞാൻ സ്പെക്ടേറ്ററായിട്ട് നിൽക്കും. അവിടെ CLRGK കളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ബാക്കിയുള്ളവരൊക്കെ പിന്നെ പുറത്തുനിന്നുള്ളവരാണ്, നമുക്കറിയില്ല, സ്ട്രേഞ്ചേഴ്സാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല, നമുക്ക് പഴയ വൈബിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ദേവാ തമോലോകധാര വാഴും ഷഹൻഷാ, നീ തന്നെയോ പാരാക്കി ചാരും. അപ്പോൾ നമ്മൾ കസ്റ്റമർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ബൂസ്റ്റ് 0% ആണ് ഈ കസ്റ്റമിൽ. ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് മല്ലു TDM എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചലഞ്ചിൻ്റെ പേര് നമുക്ക് മല്ലു TDM ചലഞ്ച് എന്ന് തന്നെ ആക്കി കൊടുക്കാം. ഓക്കെ, ഒരു പ്രാങ്ക് എന്നാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്ലേയേഴ്സ് വെയിറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. അപ്പോൾ CLRGക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പേരും കൂടി കയറി വരാനുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി കുറച്ച് നേരം വെയിറ്റിങ്ങിൻ്റെ ടൈമാണ്. 2000 years later. അപ്പോൾ ഗൈസ്, കസ്റ്റമിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ലോബിയിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഗെയിം പ്ലേയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, കളി തുടങ്ങിയിട്ടുണ്ട്. ഞാനാണ് സ്പെക്ടേറ്റർ. ഓക്കെ, ഇപ്പോൾ CLRGക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സായിപ്പ് ടോണീനെ RGK കൊന്നു. ഓക്കെ, RGKനെ ഇനി മറ്റേ ഇപ്പം കൊന്നു, ജോയ് അല്ല ആരാണാവും, ഐ ഡോണ്ട് നോ. ഓക്കെ, കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ RGK അവിടെ ഉണ്ട്. അപ്പുറത്ത് ഐ ആം ബാക്ക് ലെജൻഡ് ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് റിപ്ലൈ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ക്യാൻ ഫ്ലൈ. അവർക്ക് തോന്നി, കാരണം കസ്റ്റമിൽ ആർക്കും പറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ആദ്യം വിചാരിച്ച ഒരു പിങ്ക് ആണെന്ന്, പിന്നെ വേണം മനസ്സിലായത് ഞാൻ ചെറുതായിട്ടൊരു പണി കൊടുത്തതാണെന്ന്. അവർക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. വേണ്ടോ അവിടെ എഴുതി കളിക്കുന്നുണ്ടോ, കരയുന്ന ഇമോജിയൊക്കെ. എന്തായാലും നന്നായിട്ട് കളി നടക്കുന്നുണ്ട്. സായിപ്പ് ടോണിയാണ് ഇപ്പോൾ, അല്ല സായിപ്പ് ടോണി അല്ല ലീഡ്, ലൂസിഫറാണെന്ന് തോന്നുന്നു, ഐ തിങ്ക് ലീഡ്. ഓക്കെ, ദ ഗെയിം വി ക്യാൻ ഫ്ലൈ. ഓക്കെ, കുറച്ച് നേരം കൂടി നോക്കി നിൽക്കാം. ഓക്കെ, ഇവിടെ ജോയ് മോനെ ഐ ആം ബാക്ക് ലെജൻഡും കളിയുടെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ പണി കിട്ടുന്നുണ്ടാവും. ലൂസിഫർ മേലെന്ന് കൊമ്മനടിച്ചു. ഇവർ ഇവിടെ ഫൈറ്റ് ഒക്കെ ആയിരുന്നു, വെയിറ്റ് ചെയ്തിട്ട് അടിച്ചു. ഓക്കെ, അവിടെ ഒരു നോബി ഉണ്ട്. താഴെ RGK വന്നു, RGKനെ കൊന്നു. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്പെക്ടേറ്റർ അധികം ഇടാറില്ല, അപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും. ഓക്കെ, CLRGK പറഞ്ഞു, പ്രാങ്ക് പറഞ്ഞിട്ടുണ്ട്, ചാറ്റിലൊക്കെയാണ് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓക്കെ, ഇവിടെ രണ്ട് സൈഡിലും ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ് നോബി അവിടെ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പുറത്താണെങ്കിൽ ഐ ആം ബാക്ക് ലെജൻഡും അതുപോലെ തന്നെ RGKയും ടീമാണ്. അതുപോലെ തന്നെ സായിപ്പ് ടോണിയും ഐ തിങ്ക് സായിപ്പ് ടോണിയും പിന്നെ വേറൊരാളും ടീമാണ്. നോബിൻ ടീമാണ്. അതുപോലെ തന്നെ ലൂസിഫർ ഒറ്റയ്ക്കാണ്, ജോയ്മോൻ ഒറ്റയ്ക്കാണ്. ഓക്കെ, ജോയ്മോൻ അവിടെ സൂസൈഡ് ചെയ്തു, കാരണം മോളിക്ക് പോകണമെങ്കിൽ സൂസൈഡ് ചെയ്തേ പറ്റൂ. ഓക്കെ, അവിടെ നിന്ന് ഒരു സായിപ്പ് ടോണി വരുന്നുണ്ട്. ഓക്കെ, ഇല്ല മിസ്റ്റർ ബീൻ അങ്ങനത്തെ ഒരു പേരാണ് തോന്നുന്നു. ഉണ്ടോ, RGK അവിടെ ഒരു ടീം വരുന്നത്. മേലെ ലൂസിഫർ ഉണ്ട്. RGK ഐ ആം ബാക്ക് ലെജൻഡും ടീമായിട്ട് കളിക്കുകയാണ്, മറ്റൊരു രണ്ടൊരു ടീമായി കളിക്കുകയാണ്. ഉണ്ടോ, ഓക്കെ, മേലെ ലൂസിഫറിൻ്റെ ഒന്നും അല്ല, ലൂസിഫർ ഡെഡായി തോന്നുന്നു. ഇവിടെ ജോയ്മോൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഐ ആം ബാക്ക് ലെജൻഡ് ആണെങ്കിലും നന്നായിട്ട് റോക്കറ്റ് ലോഞ്ചർ ആയിട്ട് വിടുന്നുണ്ട്. സ്നൈപ്പർ ആയിട്ട് നല്ലതായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ജോയ്മോന് നന്നായിട്ട് കളിക്കുന്നുണ്ട്. കണ്ടോ,
ഓക്കെ അപ്പുറത്തെ ആർജിക്ക് വെറുതെ നിൽക്കുകയാണ്. ഓക്കെ ആർജിക്ക് വന്ന് എന്തിനാണ് വന്നതെന്ന് തന്നെ ആർജിക്ക് അറിയില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ, നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി, അപ്പോൾ നമുക്ക് വീണ്ടും ഗെയിം പ്ലേക്ക് വരാം. നമ്മൾ സായിപ്പ് ടോണിനെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ആ പോകുന്നു. അപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അവിടെ നല്ല എന്തായാലും അവർ അതിൻ്റെ സ്പിരിറ്റിൽ എടുക്കുന്നുണ്ട്. ഐ ആം ബാക്ക് ലേജൻഡ് നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഓക്കെ സൂസൈഡ് ആയിട്ടുണ്ട്, രണ്ടുപേരും കില്ലെടുത്തിട്ടുണ്ട്. എന്തായാലും നല്ലതാണ്. ഓക്കെ CR-LRGക്ക് എവിടെ പെട്ടു ഈ സ്ഥലത്ത് ബൂസ്റ്റ് ഇല്ലാത്ത ഈ പ്രായങ്കിലുണ്ടല്ലോ, ഈ സ്ഥലത്ത് വന്ന് പെട്ടത് തന്നെയാണ്. മേലേക്ക് കയറാനും പറ്റൂല. ആണ്ടാവും അടുത്ത ആൾ വന്ന് സ്പോണായി ചത്ത്. ഓക്കെ ഞാൻ ടീമായി കളിക്കുന്നതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഇപ്പോൾ ഇവനാണെങ്കിലോ 4 കില്ലും 10 ചത്ത് 6 മൈനസാണ്. ഓ ആ കയറി സീൻ തന്നെ ഓക്കെ താഴെ ആണെങ്കിലോ ജോയ്മ വന്ന് സ്പോൺ ആയിട്ടുണ്ട്. ബാക്കിൽ നോബി ഉണ്ട്, ജോയ്മനും നോബിയും. ഓക്കെ അവിടുന്ന് ബാക്ക് ലെജൻഡും അവനെ ബ്ലോക്ക് ചെയ്ത് അവിടെ ഇട്ടിട്ട് ഇവിടെ നോബീനെ ജോയ്മ കില്ലെടുത്ത് വീണ്ടും നേരത്തെ ബ്ലോക്കാക്കി ഇവിടെ ബ്ലോക്കാക്കി. അപ്പോൾ ഐ ആം ബാക്ക് ലെജൻഡ് അവിടുന്ന് ഷീൽഡ് ഇട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവനെ തീർത്തു. ഒരാൾ താഴത്തേക്ക് പോയി ആർജിക്ക് അസാഡിൽ വീണ് ഡെഡായിട്ടുണ്ട്. ഇവിടെ ഇതാ വീണ്ടും ലൂസിഫറും നോബി ടീമാണ്. ഓക്കെ നോബി സൂസൈഡ് ആയിട്ടുണ്ട്. ലൂസിഫറിനെ ആരോ കമ്മിറ്റഡ് സൂസൈഡ്. ലൂസിഫറും കമ്മിറ്റഡ് സൂസൈഡാണ് ഉണ്ടായത്. സായിപ്പ് ടോണി വന്നിട്ടുണ്ട്. ഓക്കെ ബാക്കിൽ ഐ ആം ദ ബാക്ക് ലെജൻഡ് വൈൻ കളിയാണ്. ഓക്കെ സായിപ്പ് ടോണി വേഴ്സസ് നോബി. ഓക്കെ അവരിഞ്ഞ് ഫൈറ്റ് ചെയ്യട്ടെ. ഓക്കെ സായിപ്പം ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ ഇവരൊക്കെ ഇച്ചിരി ബിഗിനേഴ്സാണ് തോന്നുന്നു. ഓക്കെ മേലെന്ന് പോകുമ്പോൾ തോന്നുന്നു സായിപ്പ് ഡെഡായി. ഓക്കെ ഞാൻ എന്തായാലും ചാറ്റിൽ പറയാൻ പോവാണ്, ഇത് പ്രാങ്കാണ് എന്ന് പറയാൻ പോവാണ്. ഓക്കെ ഞാനൊരു വലിയൊരു ടെക്സ്റ്റ് അടിച്ച് വിട്ടിട്ടുണ്ട്. ദിസ് ഈസ് ജസ്റ്റ് എ പ്രാങ്ക്, ദിസ് ഗെയിം പ്ലേ ഈസ് റെക്കോർഡിങ് കൊണ്ട് അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ വീണ്ടും എത്താ പോകുന്നു റെഡാവുന്നു. വീണ്ടും സായിപ്പ് ടോണി തന്നെയാണ് പോയത്. ഓക്കെ ഇവിടെ RGK ഉണ്ട്. ഇപ്പോൾ ഐ ആം ബാക്ക് ലെജൻഡ് ഉണ്ട്. ബാക്കിൽ നിന്ന് ലൂസിഫർ വന്ന് RGK കൊന്ന്, ലൂസിഫറിന് ഐ ആം ബാക്ക് ലെജൻഡും കൊന്ന്. അതേ സ്ഥലത്ത് തന്നെ മിസ്റ്റർ വന്നിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ ഐ ആം ബാക്ക് ലെജൻഡ് ചത്തു സ്നൈപ്പറേറ്റ്. ഞാനാണെങ്കിലോ അവൻ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചു, അപ്പോൾ ഞാൻ ഗ്രോസ്ന്ന് അടിച്ചു കൊടുത്ത്. പിന്നെ RGK ആണെങ്കിലോ RGK ഐ ആം ബാക്ക് ലെജൻഡ് ടീമായിട്ട് തന്നെ കളിക്കണ്. അത് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ സീന്ന് എഴുതി ഇട്ട് കൊടുത്ത്. ലൂസിഫറാണ് ഫസ്റ്റ് നിൽക്കുന്നത്, 16 കില്ലാണ്. പക്ഷെ 12 വട്ടം ഡെഡായി. വലിയ പ്രോ ലോബി എന്നല്ല നമുക്ക് കിട്ടിയത്, പ്രോ ഗെയിം പ്ലേ എന്നല്ല നമുക്ക് കിട്ടിയത്. എന്നാലും നമ്മൾ വിചാരിച്ചത് ഒരു ചെറിയൊരു പ്രാങ്ക് പോലെ ചെയ്യണമെന്നാണ്. അത് നടന്നിട്ടുണ്ട്. എന്തായാലും അത് നന്നായി സക്സസ് ആയി എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ വേറെ ആരും കോപ്പി അടിക്കാതെ കഷ്ടപ്പെട്ട് ആലോചിച്ച് കിട്ടിയൊരു ഐഡിയ ആണ്. അതിൻ്റെ ഇടയ്ക്ക് 11% ചാർജ് കൊള്ളു എൻ്റെ ഫോണിൽ. പവർ ബാങ്കിൽ കുത്തിവെച്ചിട്ടാണ് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ RGK ആണെങ്കിലും ഇവിടെ പെട്ട് എടുക്കുകയാണ്. മേലെ ആണെങ്കിലോ മറ്റേ മിസ്റ്റർ വന്നിട്ട് നിൽക്കുന്നുണ്ട്. ലൂസിഫർ ആണെങ്കിലും അവിടെ നിൽക്കുന്നുണ്ട്. ആരാണ് ഇവിടെ ടോണി വൻ സീന്. ടോണി ഇവിടെ സ്വന്തമായിട്ട് സൂസൈഡ് ചെയ്യാൻ നോക്കുക തോന്നുന്നു. ഓക്കെ ടോണി ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. എന്തായാലും പറക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ലൂസിഫർ വെയിറ്റിംഗ് ആണ്, ആരെങ്കിലും വരുമെന്ന്. ബാക്കിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്, മുന്നിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ബാക്കിൽ പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ RGK സ്പോൺ ആയിട്ടുണ്ട്. താഴെ ആണെങ്കിൽ ലൂസിഫർ ഉണ്ട്, അതിൻ്റെ താഴെ ആണെങ്കിലും മറ്റബനും ഉണ്ട്. ഇവിടെ ഐ ആം ബാക്ക് ലെജൻഡ് വേഴ്സസ് ടോണിയാണ് നടക്കുന്നത്. ടോണി ആണെങ്കിലോ ഇവിടെ ഐ ആം ബാക്ക് ലെജൻഡ് സ്മോക്ക് ഇട്ട് ഇതാക്കുമ്പോൾ ടോണി EMP വെച്ചിട്ടുണ്ട്, വിട്ടു. EMPയിൽ നിന്ന് രക്ഷപ്പെട്ടു. RGK ആണെങ്കിലോ ലൂസിഫർ അടിയുള്ളവനെ കൊന്നു. ലൂസിഫറിൻ്റെ മേലേക്ക് RGK ഫാങ്ങിനെ ഇട്ടു. അങ്ങനെ RGK ലൂസിഫറിനെ കൊന്നു. ഇവിടെ ആണെങ്കിലോ ഐ ആം ബാക്ക് ലെജൻഡ് 1 കില്ല്, സ്നൈപ്പർ എടുത്തിട്ട് കില്ലോട് കില്ല്. ഐ ആം ടോണി വേഴ്സസ് സായിപ്പ് ടോണി വേഴ്സസ് RGK ആണ്. അത് RGK മീല് വെച്ചിട്ടാണ് തീർത്തു കൊടുത്തു. ഇവിടെ ലൂസിഫർ ആണെങ്കിൽ ഓക്കെ കളിയാണെങ്കിൽ ഇനി 5 മിനിറ്റും കൂടി ഉള്ളൂ. ലൂസിഫർ ആണെങ്കിലും ഇപ്പോൾ വൻ സീനായിട്ട് നിൽക്കുകയാണ്. ലൂസിഫറിൻ്റെ റെയ്ഡാണ്. RGK വന്നു. കുറച്ച് നാളായില്ലേ ഒന്ന് ദേഹം അനങ്ങിയിട്ട്. നീ പോയിട്ട് വണ്ടി വിട്. ഇടയ്ക്കിടയ്ക്കൊന്ന് അറിഞ്ഞ് ചുവട് വെച്ചില്ലെങ്കിൽ
ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതിൽ വെച്ച് കൊന്നു. ഓക്കെ, RGK ഡോട്ട് ചെയ്തിട്ട് ഫാങ്ങിൻ്റെ അടുത്ത് രക്ഷപ്പെട്ടു. അയം ബാക്ക് ലെജൻഡ് വന്നിട്ടുണ്ട്. അയം ബാക്ക് ലെജൻഡ് RGKയുടെ ടീമേറ്റ് ആയതുകൊണ്ട് അവനൊന്നും ചെയ്യൊന്നുമില്ല. പക്ഷേ RGKയുടെ ബാക്കിൽ ഒരാളുണ്ട്. എന്തായാലും അയം ബാക്ക് ലെജൻഡ് ആണെങ്കിലും മുന്നിക്ക് വെടിച്ചുകൊണ്ടിരിക്കുകയാണ്. RGK ആണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ലൂസിഫറാണ് 18 കില്ല് 15 മൈനസ് 15 വട്ടം ഡെഡായി 3 പ്ലസ് ആയിട്ടാണ് നിൽക്കുന്നത്. അയം ബാക്ക് ലെജൻഡ് തൊട്ട് താഴെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് സീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവരാണെങ്കിൽ വൻ കട്ട ഫൈറ്റിംഗ് ആണ്. അപ്പുറത്ത് ലൂസിഫർ ആണുള്ളത്. ലൂസിഫർ സായിപ്പ് ടോണീനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അയം ബാക്ക് ലെജൻഡ് റഷ് ചെയ്ത് അയം ബാക്ക് ലെജൻഡ് ആണെങ്കിലോ സ്പാസിറ്റ് ലൂസിഫറിൻ്റെ കഥ കഴിച്ച്. അപ്പുറത്താണെങ്കിൽ RGK ഇപ്പോഴും ആ കുഴിയിലാണ്. അല്ല, RGKനെ ആരെ കൊന്നു തോന്നുന്നു. ഓക്കെ, ഹൗ മെനി സബ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് എഴുതി കൊടുത്ത് ജസ്റ്റ് 50 അത്രേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് 50 അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പുറത്താണെങ്കിലോ ലൂസിഫർ 19 കില്ലാണിപ്പോൾ. ഓക്കെ, ഇവിടെ സായിപ്പ് ടോണിയും ഇവനും ഒരുമിച്ച് നിൽക്കുകയാണ്. അയം ബാക്ക് ലെജൻഡ് താഴെ വന്നിട്ടുണ്ട്. RGK ടോണിയും ടീം വേഴ്സസ് ടീം. അപ്പുറത്തെ ലൂസിഫർ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. സായിപ്പ് ടോണി ഇവനും ടീം, ഇവർ രണ്ടുപേരും സീൻ. ഇനി ഫുള്ള് സീനാവും. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും അവർ വൺ ഫൈറ്റാണ് അവിടെ. അയം ബാക്ക് ലെജൻഡും RGKയും കൂടിച്ച് ഒരുത്തനെ കൊന്നു. ഐ തിങ്ക് ലൂസിഫർ മറ്റവനെ കൊന്നു. സായിപ്പ് ടോണിനെ കൊന്നു തോന്നുന്നു. RGK അവിടെ നിന്നിട്ട് സ്നൈപ്പ് ചെയ്യുന്നുണ്ട്. അയം ബാക്ക് ലെജൻഡ് ഇവിടെ നിന്നിട്ട് സായിപ്പ് ടോണി ഇവിടെ സായിപ്പ് അല്ല മിസ്റ്റർ ഇവിടെ സ്പോൺ ആയിട്ടുണ്ട്. അവനെ കൊല്ലാൻ നോക്കുകയാണ്. RGK ലോങ് ട്രൈ ചെയ്യണമെങ്കിലും കിട്ടിയില്ല. ഇവിടെ ഇവനെ കൊന്നിട്ടുണ്ട്. അയം ബാക്ക് ലെജൻഡിനെ ഇവൻ കൊന്നിട്ടുണ്ട്. ഓക്കെ, 10 മൈനസ് അടിച്ച് ഭാഗ്യം. എങ്ങാനും പോലെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചത്തേനെ. അയം ബാക്ക് ലെജൻഡ് ബാക്കിൽ സ്പോൺ ആയിട്ടുണ്ട്. സായിപ്പ് ടോണിയാണ് ഇവിടെ താഴെ സ്പോൺ ആയിട്ടുണ്ട്. അയം ബാക്ക് ലെജൻഡിലാണ് സ്പാസാണ്. ഇപ്പോൾ ഇവിടെ സ്മോക്കിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മറ്റേ നോ വറി. ഓക്കെ, 50 അയച്ചില്ല. അപ്പോൾ റിപ്ലൈ എന്നാണ് ഞാൻ എന്താ ഇപ്പോൾ റിപ്ലൈ കൊടുത്തത് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ജസ്റ്റ് ഒരു സ്മൈലിൻ്റെ ഒരു ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അയം ബാക്ക് ലെജൻഡ് ആണെങ്കിലും ഇവിടുന്ന് റഷ് ചെയ്യുന്നുണ്ട്. RGK ഉണ്ട്. RGK അയം ബാക്ക് ലെജൻഡ് ആ രണ്ടുപേരും സ്നൈപ്പറാണ് ഇരിക്കുന്നത്. അപ്പുറത്താണെങ്കിലോ ടോണി ഉണ്ട്. അയം ബാക്ക് ലെജൻഡ് താഴെ പോയി. ഇറ്റ്സ് റോങ്. അയം ബാക്ക് ലെജൻഡ് കഷ്ടപ്പെട്ട് വന്നതായിരുന്നു. നല്ല സ്നൈപ്പറൊക്കെ ആയിട്ട് നല്ലൊരു കില്ലെടുക്കാച്ചിൽ വന്നതായിരുന്നു. ബട്ട് അവൻ താഴെ പോയി. ഓക്കെ, അവിടെ ആണെങ്കിലും ടോണി ആണെങ്കിലും മിച്ചർ ആണെങ്കിലും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അവൻ്റെ പേര് കറക്റ്റ് വായിക്കാൻ പറ്റില്ല, അതാണ്. ഇവിടെ ലൂസിഫർ വേഴ്സസ് RGK. ലൂസിഫർ RGKനെ കൊന്നു. ഇവിടെ അയം ബാക്ക് ലെജൻഡ് വേഴ്സസ് ഇവർ രണ്ടുപേരും ടീമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ എന്തായാലും മേലെ കയറാനില്ല. എന്തായാലും അവിടെ കിടന്നോട്ടെ രണ്ടുപേരും. മറ്റവൻ കയറിയിട്ടുണ്ട്. RGK അയം ബാക്ക് ലെജൻഡ് കൊന്നോ? ഞാൻ കണ്ടില്ല. ഓക്കെ, അയം ബാക്ക് ലെജൻഡ് ലൂസിഫർ കൊന്നു തോന്നുന്നു. ഇവിടെ നിന്നിട്ട് സ്നൈപ്പറായിട്ട് ലൂസിഫർ കമ്മിറ്റഡ് സൂസൈഡ് ആയിട്ടുണ്ട്. RGK വീണ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പുറത്താണെങ്കിലും മറ്റേ ടീമും ഒരുമിച്ചുണ്ട്. RGK ആണെന്ന് മനസ്സിലായില്ല. അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് സ്മോക്ക് ആയിട്ട് ഇവരാണെങ്കിലും ഒരുമിച്ച് രണ്ടുപേരെ കില്ലെടുക്കാൻ നോക്കുകയാണ് തോന്നുന്നു. ഐ തിങ്ക്. ഓക്കെ, അത് നല്ലൊരു തീരുമാനമായിരുന്നു. അവിടെ സ്മോക്ക് ഇട്ടിച്ചു. ഇപ്പോൾ 2-3 പേരും ബ്ലോക്കായി കിടക്കുകയാണ്. ലൂസിഫർ നല്ലൊരു ചാൻസ് ആണ്. ലൂസിഫർ അവിടെ ഒറ്റയ്ക്ക് വന്ന് കിടക്കുകയാണ്. ഓക്കെ, ലൂസിഫർ ആണെങ്കിലും അയം ബാക്ക് ലെജൻഡിനെ കൊല്ലു. അല്ല സൂസൈഡായി. അയം ബാക്ക് ലെജൻഡ് സൂസൈഡ് ആയിപ്പോയി. RGK അവിടെ വെയിറ്റിംഗ് ആണ്. ലൂസിഫർ അവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെ രണ്ടുപേരും ബ്ലോക്കായി കിടക്കുകയാണ്. ഓക്കെ, ഒരു ബോംബാണ്ട് വീണ് തിരിച്ചു വന്ന്. ഓക്കെ, ഇവിടെ സ്മോക്ക് ഇട്ട് ബ്ലോക്ക് ചെയ്ത്. ഓക്കെ, ലൂസിഫർ താഴെ വീണിട്ടുണ്ട്. ടോണി ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ടോണി ലൂസിഫർ ഒരുമിച്ച് ആവുകയാണ് ഉണ്ടായത്. അപ്പോഴും RGK അവിടെ ഒറ്റയ്ക്ക്. ഓക്കെ, അപ്പോൾ എന്നാൽ ശരി. ഓക്കെ, ബാക്കിലാണെങ്കിലും അയം ബാക്ക് ലെജൻഡാണ് തോന്നുന്നത് സ്പോൺ ആയിട്ടുള്ളത്. ഐ തിങ്ക് യെസ്, അയം ബാക്ക് ലെജൻഡാണ് സ്പോൺ ആയിട്ടുള്ളത്. RGKക്ക് ഒരു ആശ്വാസമായിട്ടുണ്ടാവും. അപ്പുറത്താണെങ്കിലും ലൂസിഫർ ഡെഡ് ആയിട്ടുണ്ട്. ഐ തിങ്ക് ആരാ കൊന്നത്? സായിപ്പ് ടോണിയാണ് കൊന്നത് ലൂസിഫറിനെ. ആരാ താഴത്തേക്ക് പോയേ? കണ്ടില്ല. RGK കമ്മിറ്റഡ് സൂസൈഡ് ആയിട്ടുണ്ട്. ഇത്ര നേരം നിന്നിട്ട് കമ്മിറ്റഡ് സൂസൈഡ് ആവാനാണോ? ഓക്കെ, ടോണീനെ കൊന്നിട്ടുണ്ട്. അയം ബാക്ക് ലെജൻഡ് വെട്ടിക്കൊന്നിട്ടുണ്ട് മീലി വെച്ചിട്ട്. താഴത്താണെങ്കിലും മിസ്റ്റർ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് RGK സ്പോൺ ആയിട്ടുണ്ട്. RGK ആണെങ്കിൽ റഷ് ചെയ്യാനുള്ള പ്ലാനാണ് തോന്നുന്നത്. ഐ തിങ്ക് ഇപ്പോൾ പോയിട്ട് മൂഞ്ചാനുള്ള ചാൻസ് ഉണ്ട്. കാരണം താഴത്തുള്ളതിൽ സ്പാസാണ് ഇരിക്കുന്നത്. ഓക്കെ, RGKൻ്റെ ആ ബോംബ് നല്ല രസമായിരുന്നു. ഇപ്പുറത്തെ ലൂസിഫർ ഇവരുകൊണ്ട് അങ്ങോട്ട് കിട്ടും സ്പാസായിട്ട് കൊല്ലലും. ഇവിടെ സ്മോക്ക് വെച്ച് രണ്ടുപേര് ഡെഡ് ആവലും ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ കളിയിൽ ആരും വന്നിട്ടില്ല, സ്പോൺ ആയിട്ടില്ല.
ഓക്കെ, ഇവിടെ രണ്ടുപേർ സ്പോൺ ആയിട്ടുണ്ട്, ഒരുമിച്ച് രണ്ടുപേർ സ്പോൺ ആയിട്ടുണ്ട്. ഒരാൾ ഇപ്പുറത്തും. ലൂസിഫർ താഴെ, മേലെ അല്ല ഇവിടെ RGക്ക് അയം ബാക്കിലെ ചെന്നു, മേലെ ഐ തിങ്ക് മിസ്റ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, ടോണി പോയി തോന്നുന്നു, സായിപ്പ് ടോണി പോയി തോന്നുന്നു. ഇവിടെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അയം ബാക്ക് ലെജൻഡ് റഷ് ചെയ്തിട്ടുണ്ട്. കളി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രാങ്ക് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ നിങ്ങൾ ഗ്രോസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക എൻ്റെ ഒപ്പം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.